ദി ഹങ്കർ ട്രാവലറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ റെസിപ്പി അടിപൊളി ഒരു മീൻകറിയാണ്. അതും നമ്മുടെ അമ്മച്ചി ഉണ്ടാക്കിയിട്ടുള്ള പച്ചപ്പുളി എന്ന് പറഞ്ഞാൽ കോൽപ്പുളി ഇട്ടിട്ടുള്ള ഒരു അടിപൊളി മീൻകറിയാണ്. പണ്ട് കാലങ്ങളിൽ എല്ലാവരും ഉണ്ടാക്കിയിരുന്നതാണ്. ഇപ്പോൾ എല്ലാവരും മാങ്ങ ഇട്ടിട്ടോ അല്ലെങ്കിൽ കുടംപുളിയൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ റെസിപ്പി നോക്കാം. ഇതാ ഫ്രഷ് ആയിട്ട് പറിച്ചെടുത്തിട്ടുള്ള പച്ചക്കോൽപ്പുളിയാണിത്. ഇത് മുഴുവൻ ഉപയോഗിക്കുന്നില്ല. ഇതിൻ്റെ 2 പുളി മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന മീൻ കേരമീനാണ് എടുത്തിരിക്കുന്നത്. മാംസമുള്ള മീൻ എടുക്കുന്നതാണ് ഈ കറിക്ക് ഏറ്റവും നല്ല ടേസ്റ്റ്. അപ്പോഴാണ് ഇതിൻ്റെ പുളിയൊക്കെ അതിനകത്ത് പിടിച്ചിട്ട് നല്ല ടേസ്റ്റിൽ മീൻകറി വരുമല്ലോ. അപ്പം മീൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു ചെറിയ സബോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒപ്പം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 4-5 പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ 1-2 തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അപ്പം അതെല്ലാം കൂടിയിട്ട് നമ്മൾ ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള കല്ലുപ്പ് ഇടാണ്. എപ്പോഴും മീൻകറി വെക്കുമ്പോൾ കല്ലുപ്പ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഉണ്ടാവുക പൊടിയുപ്പിനേക്കാളും. കല്ലുപ്പ് ഇല്ലെങ്കിൽ പൊടിയുപ്പ് ഇടാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന 2 വലിയ സ്പൂൺ മുളക് പൊടി. നല്ലോണം എരിവ് വേണം ഇതിന്. നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർക്കുന്നുണ്ട്, എരിവ് കൂടുതൽ വേണം. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 വലിയ സ്പൂൺ മല്ലിപ്പൊടി ഇടുക. അതിൻ്റെ ഒപ്പം തന്നെ ഒരു ചെറിയ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ട് അതും കൂടെ ഇതിനകത്ത് ചേർത്തിട്ട് വേണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു മണം വരും. അതാണ് നമ്മൾ ആ മിക്സിങ് കറക്റ്റ് ആയാൽ നമുക്ക് ആ മണം നല്ലോണം കിട്ടും. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് അപ്പം ഞാൻ നേരത്തെ കാണിച്ച 2 പുളി ഉണ്ടല്ലോ, അത് മാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ആ ബ്രൗൺ കളർ ഉണ്ടല്ലോ മുരിമുരി പോലെയുള്ളത്, അതൊന്ന് ചിരണ്ടി കളയുക. എന്നിട്ട് ഇതൊന്ന് കഷ്ണങ്ങളാക്കിയിട്ട് മാങ്ങ പോലെ തന്നെ ഇച്ചിരി വലിപ്പമുള്ള കഷ്ണമാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇടുന്നത് തേങ്ങാപ്പാലാണ്. അപ്പം ഞാനൊരു 2.5 പിടി ചെറിയ തേങ്ങ എടുത്തിട്ട് അതിൻ്റെ 3-ാം പാലും 2-ാം പാലുമാണ് ആദ്യം ഒഴിക്കുന്നത്. പിന്നെ 1-ാം പാല് നമ്മൾ ഏറ്റവും അവസാനം തീ ഓഫ് ചെയ്തിട്ട് ഒഴിക്കും. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് തിളപ്പിക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഇതാ മീൻകറി നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പുളി വേവുന്ന കണക്കാണ് നമ്മളുടെ മീനും വേവുന്നത്. പുളി വെന്തിട്ടുണ്ടെങ്കിൽ മീൻ എന്തായാലും വെന്തിട്ടുണ്ടാവും. അപ്പോൾ ആ പരുവത്തിന് വേണം നമുക്ക് എടുക്കാനായിട്ട്. അപ്പോൾ ഇത് തിളച്ച് നല്ലോണം മീനും പുളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ തിള ഒന്ന് നിൽക്കാറാവുന്ന സമയത്ത് ഈ 2.5 പിടി തേങ്ങ ചിരവിയതിൻ്റെ 1-ാം പാല് എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും നല്ല പച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അത് 1 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി പച്ചക്കോൽപ്പുളി ഇട്ടിട്ടുള്ള കേരമീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അമ്മച്ചി ഉണ്ടാക്കുന്ന അടിപൊളി മീൻകറിയാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതേ രീതിയിൽ വെക്കുക, എളുപ്പമാണ് ഇത് വെക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് വഴി അറിയിക്കണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക. ഇനി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.